വിജയൻ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ ആർഎസ്എസിന്റെ ആലയിൽ കെട്ടിയെന്ന് SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ. ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കെതിരെ തെരുവുകൾ പ്രക്ഷുബ്ധമാകുന്ന കേരളത്തിൽ ആൾക്കൂട്ട കൊലപാതകം നടന്നിട്ടും നിശബ്ദത പാലിക്കുന്നതിനെതിരെ രംഗത്ത് വരണമെന്നും PK ഉസ്മാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാളയാറിൽ നടന്നത് വംശീയ കൊലപാതകമാണ്. ആൾക്കൂട്ട കൊലപാതകത്തിൽ സ്വീകരിക്കേണ്ട സുപ്രീം കോടതി നിർദ്ദേശം പോലും വാളയാറിൽ സ്വീകരിക്കപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ കുറച്ചു കാലമായി സംഘപരിവാർ അജണ്ടയ്ക്കനുസരിച്ചാണ് കേരള പോലീസ് പ്രവർത്തിക്കുന്നത്. മലയാളത്തിലെ പ്രമുഖ ഒരു പത്രം വളരെ രൂക്ഷമായ ഒരു അടിമോടത്തോട് വാർത്ത വരികയും അത് നാല് RSS പ്രതികളെ അറസ്റ്റ് ചെയ്തു, 4 RSS പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു എന്നും മുമ്പ് ഇവിടെ നടന്ന സുബൈർ കൊലപാതക കേസിലെ പ്രതി കോടതിയിൽ വന്ന് ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തതിന് ശേഷം ഇങ്ങനെയാണ് ആ കൊലപാതകത്തിനോട് ആൾക്കൂട്ടക്കൊലയോട് ആദ്യം സ്വീകരിച്ച സമീപനത്തിൽ നിന്ന് ചില പത്രങ്ങൾ പിറകോട്ട് പോയത് എന്നത് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കുറ്റകൃത്യങ്ങളിൽ RSSനെ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ RSSനെതിരെ സത്യസന്ധമായി വരുന്ന തെളിവുകൾ നിരാകരിക്കപ്പെടുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി വെള്ളാപ്പള്ളിയെ പോലുള്ളവർ പൊതുവേദികളിൽ വിദ്വേഷ പ്രസംഗം തുടരുമ്പോഴും ആഭ്യന്തര വകുപ്പ് നിസ്സംഗത പാലിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾക്ക് ഒരുപടി മുമ്പിൽ കൂടി നടന്നതാണെന്നും കാണാൻ സാധിക്കും. വളരെ വംശീയമായി, വളരെ പ്രകടമായി തെളിവുകളോട് കൂടി പുറത്തു വന്നൊരു സംഭവത്തിൽ അതൊരു മൊബൈൽ ലിഞ്ചിങ് ആണ് എന്ന് അതിന്റെ വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയും അങ്ങനെയുള്ള ഒരു കേസിൽ ഏത് രീതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് ഒരു സാധാരണ കൊലപാതകം നടക്കുന്നത് പോലെയുള്ള വകുപ്പുകൾ ചാർത്തി ഒരു ദളിത് യുവാവായിട്ട് പോലും SC/ST അട്രോസിറ്റി ആക്ട് ഉൾപ്പെടുത്താതെ ഈ പ്രതികളെ രക്ഷപ്പെടുത്തുന്ന സംഭവം നടന്ന ദിവസങ്ങൾ പിന്നിട്ടു. അതിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. വിദ്വേഷം വിതച്ച് വിളവെടുപ്പ് നടത്തുന്ന സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് ആഭ്യന്തര വകുപ്പിനെ സ്തുതിപാഠകരാക്കി മാറ്റിയത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായപ്പോഴാണ്. രാംനാരായണന്റെ കുടുംബത്തിന് നീതിപൂർവമായ സംരക്ഷണവും സഹായവും നൽകണം. രാംനാരായണൻ കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടാത്തതിന് പിന്നിലും അജണ്ടയുണ്ട്. സംഘപരിവാറിന്റെ ഭീഷണിയെയും ആഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥയ്ക്കും എതിരായി കേരള മനസ്സാക്ഷി ഉണരണമെന്നും PK ഉസ്മാൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് സഹീർ ചാലിപ്പുറവും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മാത്രമായി ഇതിനെ കാണാൻ സാധിക്കുന്നില്ല, വസ്തുതകളുമായി അത് യോജിക്കുന്നില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ RSSന്റെ സെല്ല് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷ നേതാക്കന്മാരും CPMന്റെ നേതാക്കന്മാരും പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരു വസ്തുതയാണ്. അത് അരക്കിട്ടുറപ്പിക്കുന്ന രീതിയിൽ ഇടപെടലുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബീഹാറിൽ ഒരു ആൾക്കൂട്ട ആക്രമണം നടന്നാൽ, UPയിൽ ഒരു ആൾക്കൂട്ട ആക്രമണം നടന്നാൽ അതിനെതിരെ നമ്മുടെ തെരുവുകൾ പ്രക്ഷുബ്ധമാക്കുന്ന ഇടതുപക്ഷ സംഘടനകളും ഗവൺമെന്റും മുഖ്യമന്ത്രിയും ഉൾപ്പെടെ വളരെ പ്രതിഷേധമായി അതിനെതിരെ ശബ്ദിക്കുകയും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അതിനെതിരെ പിന്നീട് പത്രപ്രവർത്തകരെ കാണുമ്പോഴൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയും ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങളും നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ അതിനിഷ്ഠൂരമായ ഒരു ബംഗ്ലാദേശിയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു ഇസ്ലാമോഫോബിക് ഉൾച്ചേർന്നിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ടും അതിനെതിരെ കുറ്റകരമായ നിസ്സംഗതയാണ് പാലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.